തിരുവനന്തപുരത്ത് SFI KSU സംഘർഷം, പരസ്പരം കല്ലെറിഞ്ഞ് പ്രവർത്തകർ. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉടലെടുത്തത്. SFIയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ആദ്യം സംഘർഷമുണ്ടായത്. KSU പ്രവർത്തകർ കല്ലെറിഞ്ഞെന്നും പോലീസ് വാഹനം ആക്രമിച്ചെന്നും SFI പ്രവർത്തകർ ആരോപിച്ചു. സംഘർഷം കനത്തതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരള സർവകലാശാല യൂണിയൻ SFI നിലനിർത്തിയിരുന്നു. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 37 സീറ്റുകളിൽ 35 സീറ്റും നേടിയാണ് SFI യൂണിയൻ നിലനിർത്തിയത്. യൂണിയന്റെ ചെയർമാൻ സ്ഥാനത്തടക്കം SFI വമ്പൻ വിജയമാണ് നേടിയത്. വയനാട് ചിന്നമ്മ കൊലക്കേസിലെ 2ാം പ്രതി വിപിൻ വർഗീസിന് ഇടക്കാല ജാമ്യം. സുപ്രീം കോടതിയാണ് പ്രതിക്ക് ശിക്ഷ മരവിപ്പിച്ച് ഇടക്കാല ജാമ്യം നൽകിയത്. കേസിലെ ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കണമെന്ന വിപിൻ വർഗീസിന്റെ അപ്പീലിൽ തീരുമാനമെടുക്കും വരെയാണ് ജാമ്യം. ജാമ്യ ഉപാധികൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്ന് ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. വയനാട്ടിലെ യാക്കോബായ സഭ മലബാർ ഭദ്രാസനം വനിതാ സമാജം സെക്രട്ടറിയായിരുന്ന ചിന്നമ്മയെ 2014 കവർച്ചയ്ക്കിടെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അഭിഭാഷകൻ VK ബിജുവാണ് പ്രതി വിപിൻ വർഗീസിനായി ഹാജരായത്. CPMനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി G സുധാകരൻ. പാർട്ടിയുടെ മുകളിലിരിക്കുന്നവരാണ് പാർട്ടിയെ താർക്കുന്നതെന്നും CPMൽ ആത്മവിമർശനമില്ലെന്നും സുധാകരൻ പറഞ്ഞു. CPMൽ നിൽക്കാൻ കൊള്ളില്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും അതുകൊണ്ടാണ് താൻ പാർട്ടി അംഗത്വം പുതുക്കാതിരുന്നതെന്നും G സുധാകരൻ വ്യക്തമാക്കി. തങ്ങൾ പാർട്ടിയിൽ ചേരുന്ന കാലത്തെ പാർട്ടിയല്ല ഇപ്പോഴുള്ളതെന്നും പാർട്ടി എന്ന പേര് മാത്രമേ ഉള്ളൂ എന്നും G സുധാകരൻ വിമർശിച്ചു. പൈസ ഉണ്ടാക്കുക, ശാപ്പാടടിക്കുക, രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുക എന്നിവയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലുള്ളത്. പ്രസംഗങ്ങൾ കൊണ്ട് മാത്രം വോട്ട് കിട്ടില്ലെന്നും അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾക്കായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIM പ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ പരസ്പരം കൊലവിളി മുദ്രാവാക്യങ്ങളുമായി കോൺഗ്രസ് CPIM പ്രവർത്തകർ. ആദ്യം CPIM പ്രവർത്തകരാണ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി പ്രതിഷേധിച്ചത്. പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ ആ കൈകൾ വെട്ടിമാറ്റും, വെള്ള പുതച്ച് കിടത്തിപ്പിക്കും എന്നായിരുന്നു ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിലെ മുദ്രാവാക്യം. മന്ത്രി AP അനിൽകുമാറിന്റെ ബോർഡുകൾ നശിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ CPIMന് മറുപടിയായി UDFും കൊലവിളി മുദ്രാവാക്യവുമായി രംഗത്തെത്തി. പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ കൈവെട്ടും, കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും എടുക്കും എന്നായിരുന്നു മുദ്രാവാക്യം. +1 സീറ്റ് കൂട്ടി സർക്കാർ, അധിക സീറ്റുകളും ബാച്ചുകളും അനുവദിച്ചു. 7 ജില്ലകളിലെ സർക്കാർ സ്കൂളുകളിൽ 30% മാർജിനൽ സീറ്റ് വർധനയാണ് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വർധനവ്. ഈ ജില്ലകളിലെ സ്കൂളുകളിൽ 20% മാർജിനൽ സീറ്റ് വർധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് 10% കൂടി വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു.